നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് പലതരത്തിലുള്ള ശത്രുക്കളുടെ സാമീപ്യം ഉണ്ടാവാറുണ്ട്. നമ്മുടെ നന്മയെ കാണുമ്പോൾ, നമ്മുടെ വളർച്ചയെ കാണുമ്പോൾ, ഇങ്ങനെ പലതരത്തിലും നമ്മളുടെ ചുറ്റുവട്ടത്ത് ശത്രുക്കളുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്നു. വിമോചനത്തിനായുള്ള ദാവീദിന്റെ പ്രാർത്ഥന. സ്വന്തം സഹോദരൻ പിന്തുടർന്നപ്പോൾ തൻ്റെ ശത്രുക്കളിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നമ്മിൽ മിക്കവർക്കും ഉണ്ടാകും. അത്തരം തിന്മകളിൽ നേരിടുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാം. സങ്കീർത്തനം 3-ാം അധ്യായത്തിലെ ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ.